ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ പാക്കിങ്ങിലാട്ടോ. റൂമിൻ്റെ കോലം കണ്ട് ആർക്കും ഒന്നും തോന്നരുത്. കാരണം ഞങ്ങളിതാ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ് നടക്കുന്നതേ ഉള്ളൂ. ഇനി ഇസുവിൻ്റെ പാക്കിങ്ങും കൂടെ പെൻഡിങ് ഉണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം പാക്കിങ് ചെയ്ത് കണ്ടോ, ഞങ്ങൾക്ക് ക്യാരി ബാഗ് മാത്രമേ ഉള്ളൂ. അതായത് ഇത് ഇസുവിൻ്റെ ബാഗ്, ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ബാഗ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ബാഗ് ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇസുവിൻ്റെ കൂടെ പെൻഡിങ് ഉണ്ട്. പാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഇപ്പോഴും എന്താ പണിയില്ല. എന്താ പരിപാടി അവിടെ? ലാസ്റ്റ് മിനിറ്റ് ഇഷ്യൂ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്കിങ് എന്താ കാര്യമായിട്ട് നമ്മൾ മറ്റേ വിസയറിലാണല്ലോ പോണേ. അതാണ് ഏറ്റവും വലിയ ബാഗ് 40-30-20 ചെറിയൊരു ബാഗിൽ 4-5 ഡ്രസ്സൊക്കെ കിട്ടും. എല്ലാം സെറ്റ്, ഓൾ സെറ്റ്. ഷാനുവാണ് പാക്കിംഗ് സ്പെഷ്യലിസ്റ്റ്. അത് പണ്ട് തൊട്ടേ അങ്ങനെ പുള്ളിയെല്ലാം പാക്കൊക്കെ ചെയ്യും. സാധനങ്ങൾ എടുക്കാനാണല്ലേ അതെ, അത് കുറച്ച് ചലഞ്ചാണ്. നോക്കിയിട്ടെല്ലാം പാമ്പേഴ്സും അങ്ങനെയുള്ള എന്തൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന അവിടെ വാങ്ങാൻ കിട്ടും, എന്നാലും അറിയില്ല നമുക്ക് സെയിം സൈസ് കിട്ടും. 6 AM നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ 2 o'clock ഇറങ്ങും അല്ലേ ഇവിടെ നിന്ന്? 2 ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഓക്കെ, ഇനിയിപ്പോൾ ഉറങ്ങണ്ടല്ലേ? നമുക്കൊരു സിനിമയൊക്കെ കണ്ടിരുന്ന് ഇപ്പോൾ 11 o'clock ആയിട്ടോ. ഓൾമോസ്റ്റ് 11 o'clock ആയി. ഇസുവിന് ഡ്രസ്സ് കഴിച്ച് ഇസുവിനെ പാലൊക്കെ കൊടുത്ത് ഉറക്കാനുള്ള പരിപാടിയാണ് എനിക്ക്. ഇസു അങ്ങനെ കിടന്നുറങ്ങി അതുപോലെ എടുത്തുകൊണ്ട് പോകാം. 2 o'clock ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. 3:30 ആകുമ്പോൾ നമ്മൾ എയർപോർട്ട് എത്തുമായിരിക്കും അല്ലേ? 3 ആകുമ്പോൾ നമ്മൾ എയർപോർട്ട് എത്തും. പിന്നെ അപ്പോൾ ഇസുവിൻ്റെ 5th കൺട്രി ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം, അങ്ങനെ ഷാമ്പൂ, അതങ്ങനെയുള്ളതെല്ലാം ഇതുപോലുള്ള ചെറിയ ഈ പാക്കറ്റിലാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടു. കാരണം നമ്മൾ ഈ ഫ്ലൈറ്റിൽ ക്യാരി ഓൺ ബാഗ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ 50 ml കൂടുതലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ്, ലിക്വിഡ് ഐറ്റംസ്, ക്രീം ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ ഇതാ ചെയ്യാറ് കേട്ടോ. ഇതിപ്പോൾ ഇസിൻ്റെയാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഷാമ്പൂ യൂസ് ഷവർ ജെല്ല് എല്ലാം 50 ഗ്രാമിൻ്റെ താഴെ, 50 ഗ്രാം ഉള്ളത് അങ്ങനെ, അല്ലാത്തതെല്ലാം ഞാനിങ്ങനെ പാക്ക് ചെയ്തു. ലാസ്റ്റ് മിനിറ്റ് പിന്നെ ഇസിൻ്റെതാ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ സെർലാക്കും അവളുടെ ഇൻഫൻറ്റ് ഫോമുലയുടെ ജസ്റ്റ് ഒരു നേരത്തേക്കുള്ളത്. പിന്നെ ബാക്കി സിപ്ലോക്ക് ബാഗിലാക്കി ഇതുപോലെ ഇങ്ങനെ ഞാൻ എടുക്കും. നമ്മുടെ സെർലാക്ക്, ഇത് സെർലാക്ക്, ഇത് നമ്മുടെ ഇൻഫൻറ്റ് ഫോമുലയുടെ മിൽക്ക് തന്നെയാണ്. പിന്നെ പാമ്പേഴ്സ്, വൈപ്സ്, പിന്നെ ഈ ഡ്രസ്സ് ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവൾ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ മിക്കപ്പോഴും അങ്ങനെയുള്ളതായിരിക്കും ഇസുവിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ജീവിച്ച് അവൾ അതേപോലെ കിടത്തി ഓർക്കും. 2 o'clock ആകുമ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ അതുപോലെ എടുത്തുകൊണ്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഫാരിസ് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇവിടെ മിഡ് സ്റ്റേയിൽ ഫാരിസ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നടന്ന് ക്രോസ് ചെയ്ത് ടെർമിനലിലേക്ക് പോവാണ്. ഞങ്ങൾ ലൂട്ടറിൻ്റെ ഉപ്പോട്ട് നിന്നാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ മിഡ് സ്റ്റേയിൽ ഡ്രോപ്പ് ഓഫ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടെർമിനലിലേക്ക് നടക്കാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ലൈക്ക് ഒരു 5 to 10 minutes നമുക്ക് വാക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. എപ്പോഴും ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കിങ് ഒരു പേടി സ്വപ്നമാണ് കേട്ടോ. ഇന്നിനി എന്താവുമെന്ന് അറിയില്ല. എക്സൈറ്റഡ്? ചെക്ക് ഇൻ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇസമോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോറിറ്റി ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ വിസിൽ നമ്മൾ പ്രയോറിറ്റി ചെക്ക് ഇൻ ഓപ്ഷൻ എടുക്കണമെങ്കിൽ £50 അങ്ങനെ എന്തോ പേ ചെയ്യണം. അത് നമുക്ക് 1 year വരെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അതായത് പ്രയോറിറ്റി ആയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും, ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ. ഈ ഒരു ബോട്ടിൽ മിൽക്കിന് വേണ്ടിയിട്ടാണ് ഇത്രയും എൻ്റെ ബാഗിലെ ഡ്രസ്സസ് എല്ലാം ഫുള്ളെടുത്ത് ഒന്നേന്ന് അവർ സ്കാൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊസീജിയർ അങ്ങനെയാണ്. അങ്ങനത്തെ സംഭവ ബഹുലമായ ഒരു സെക്യൂരിറ്റി ചെക്കിന് ശേഷം നമ്മളതാ ഡിപ്പാർച്ചറിലോട്ട് എൻ്റർ ചെയ്യുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും
സെക്യൂരിറ്റി ചെക്കിൽ അല്ലേ നമുക്ക് എന്തെങ്കിലും ഇപ്രാവശ്യം ഒരു ഫോർമുല മിൽക്ക് വീട്ടിൽ നിന്ന് അവള് എനിക്കുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കലക്കിക്കൊണ്ട് വന്നതാ. അതാ നല്ല അടിപൊളി ഡ്യൂട്ടി ഫ്രീ ആട്ടോ ലൂട്ടൺ എയർപോർട്ടിലെ. നമ്മുടെ ഡ്യൂട്ടി ഫ്രീക്കകത്ത് ചായവാലയുണ്ട്. ചായ പിടിക്കാന്ന് വിചാരിച്ച് നമ്മൾ ഒരു ചായ പിടിക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ചായവാല കയറി ചായയൊക്കെ മസാലയാണോ മസാല ടീ ആണോ? കറക്റ്റ് ചെയ്യാ. അയ്യോ ആഫ്റ്റർ ദുബായ് ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് കറക്റ്റ് കുടിച്ചിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ട് ഇവിടെ കറക്റ്റ് കിട്ടുമല്ലേ? ചായവാല ഇന്ത്യൻ ഏഷ്യൻ സൈഡാണ്. നമ്മൾ ഇത് കണ്ടോ, നമ്മൾ ചായ കുടിക്കുന്നത് കണ്ടിട്ട് ഇസു കണ്ടോ, ഇസും കുടിക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ സാധനം. നിങ്ങൾ യു കെയിലെ ഏതെങ്കിലും എയർപോർട്ടിന്, അതായത് ഹീത്രോയോ ലൂട്ടനോ സ്റ്റാൻസ്റ്റഡോ കാറ്റ്വിക്കോ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്ന് ബേബീസുമായിട്ട് ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഡിപ്പാർച്ചർ ടൈമിന് ഒരു കുറച്ച് മുന്നേ, നമ്മൾ യൂഷ്വലി 2-3 hours മുന്നേ അല്ലേ പോകുന്നത്, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ മുന്നേ പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ ഒരു 3-4 ടൈം ആയിട്ട് ഇസുവായിട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോഴൊക്കെ സെക്യൂരിറ്റി ചെക്കിൽ ഇതുപോലെ എന്തെങ്കിലും അല്ലേ, സെക്യൂരിറ്റി ചെക്കിൽ എപ്പോഴും എന്തെങ്കിലും, അതായത് നമ്മൾ ഈ ഇൻഫൻറ്റ് ഫോർമുലാസും പിന്നെ സെർലാക്ക് ബേബി ഫുഡും സെർലാക്കും അങ്ങനെ പൗഡർ ഐറ്റംസും ലിക്വിഡ് ഐറ്റംസും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മിനറൽ വാട്ടർ അവർ എനിക്ക് തോന്നുന്നൊരു ഈവൻ 100 ml 500 ml പോലും അലൗഡ് അല്ല. അത് സ്റ്റെറിലൈസ്ഡ് വാട്ടർ ആണെങ്കിൽ നമുക്ക്, അതായത് നമ്മളിപ്പം ഫ്ലാസ്കിനകത്ത് ചൂടാക്കിക്കൊണ്ട് വരുന്ന വെള്ളമാണെങ്കിൽ അത് ജസ്റ്റ് അവർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് തരും. അതുപോലെ സെറ്റ് ഓഫ് പ്രൊസീജിയർ കൂടുതലാണ്. അതായത് ഈ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ അവർ പിന്നെ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിൽ ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ വേറെ മെഷീനിൽ ടെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ ലൈൻ മാനേജറുടെ അപ്രൂവലൊക്കെ വേണം. അതിനും കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഓൾമോസ്റ്റ് എത്ര മിനിറ്റ്, ഒരു 40-45 minutes അധികം എടുത്തില്ലേ യൂഷ്വലി അല്ലേ? 40-45 minutes അധികം എടുത്തു. ചായ എങ്ങനെയുണ്ട്? ഷുഗറാ? ഓക്കെ, സെയിമാ ദുബായിൽ കുടിക്കുന്ന പോലത്തെ അതേ ഇതുണ്ടോ? ഫില്ലി പോലെ ഉണ്ടോ? നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്തില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ചായവാല 6 o'clock കേട്ടോ ഫ്ലൈറ്റ്. ഇപ്പോൾ 5 o'clock ആയിട്ടേ ഉള്ളൂ. ഗേറ്റ് ഇതുവരെ അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. ഇസുവിൻ്റെ ഉറക്കം എല്ലാം നഷ്ടപ്പെട്ട പ്രതിഷേധമാണ്. ഇസുവിന് ഉറങ്ങാൻ വേണം. ഈ വെട്ടത്തിനിടയിൽ ഉറങ്ങാനും പറ്റുന്നില്ല. ഇസു നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് ഉറങ്ങാം. ഇസു നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഉറങ്ങാം. ഓക്കെ, ഒരു 1 hour കൂടെ നീ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഉറങ്ങാമല്ലോ നമുക്ക്. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്? യൂറോപ്യൻ കൺട്രി എന്തായാലും. എങ്ങോട്ടാ പോന്നേ? എനിക്കും അറിയാം. നമ്മൾ എവിടെ പോകാൻ പോവാ? പ്ലെയിനിൽ പോകാൻ പോവാ. ഇഷു പ്ലെയിനിൽ കയറാൻ പോവാ. ദതി എവിടെ? ദതി ഹലോ ദതി, ഇഷു പ്ലെയിനിൽ കയറാൻ പോവാ. പ്ലെയിനിൽ കയറാൻ പോണോ? പ്ലെയിൻ അവിടെ നീയല്ലേ ഉറങ്ങാൻ കിടന്ന ആളിപ്പം. സ്ട്രോളർ നമുക്ക് ഇവിടം വരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇറങ്ങാൻ നേരത്തായിരിക്കും നമുക്ക് ഒരു സ്ട്രോളർ തരിക. സോ ഷാനു ദാ ഇവിടെ സ്ട്രോളറും ബാഗും ഒക്കെ സെറ്റ് ചെയ്യുവാണ്. ഈ പ്ലെയിനിൽ കയറിയിട്ട് പ്ലെയിൻ എവിടെ? ഇത് ഞങ്ങൾ റീസെന്റ് ട്രൈ ചെയ്ത് നോക്കിയൊരു കാര്യമാണ് കേട്ടോ. സ്ട്രോളർ ഇതുപോലെ സ്ട്രോളർ ബാഗിലാക്കി പാക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കൊടുക്കും. അല്ലെങ്കിൽ സ്ട്രോളർ കൈ കിട്ടുമ്പോൾ ഒരു പരുവാണ് കേട്ടോ യൂഷ്വലി. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് അതിന്റെ ടാഗ് ഞങ്ങൾ പുറത്തൊന്ന് സ്റ്റിക്ക് ചെയ്യാം. നടന്നു കയറുന്ന ഐസോ.
the emergency exit room. Okay, cool. ഇവിടെ ഇവിടെ 2 സീറ്റർ 3 സീറ്റർ. The passengers is currently we are refueling the aircraft. We kindly ask you to take your allocated seats and do not fasten your seatbelts and do not play electronic devices at this time. The turns are out of use as well. അല്ല പുള്ളി അവിടെ ഓപ്പോസിറ്റാ. അതാ ഇവിടെയാണോ? Also, your passengers would like to inform you that we have a passenger on board who suffered from severe peanut and nut allergy. We kindly ask you to refrain from eating peanuts and nuts containing. എനിക്ക് ഷാനുവിന് സെപ്പറേറ്റ് സീറ്റാണ് കേട്ടോ കിട്ടിയത്. വിസിൽ അങ്ങനെ നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല, അഡീഷണൽ ചാർജ് ചെയ്യണം. അപ്പോൾ ചെക്കിൻ്റെ ടൈമിൽ അവർ പറഞ്ഞായിരുന്നു ഷാനുവിൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള സീറ്റ് വേക്കൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ചെക്കിൻ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ആരും വരരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈസു അതിനിടയിൽ ഇതാ ബ്ലൂബെറി ഒക്കെ കഴിച്ച് സെറ്റ് ആവുന്നുണ്ട്. ഈസു ഓൺലി വൺ, ടേക്ക് വൺ. നോ നോ ഓൺലി വൺ, ടേക്ക് വൺ. ഈസുവിൻ്റെ ഫേവറേറ്റ് ആട്ടോ ബ്ലൂബെറി. ഹലോ, ഹൗ ഇസ് ബ്ലൂബെറി? ഹൗ ഇസ് ബ്ലൂബെറി? ഈസു ഫ്ലൈറ്റിൽ കയറിയതിൻ്റെ പ്ലെയിനിൽ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഉമ്മിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പ്ലെയിൻ മനത്തൂടെ പോലെ. ഇവിടെ താഴെ വന്നിട്ട് ഞാൻ ചോദിച്ചു പ്ലെയിൻ എവിടെയെന്ന് വെച്ചാൽ മേലെ കാണിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇതാ പ്ലെയിന്, ആ പ്ലെയിനിലാണ് നമ്മൾ കയറാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ തൊട്ടേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ബ്ലൂബെറി കൊടുത്തത് സെറ്റാക്കിയതാണ്. ഈസു പ്ലെയിനിലാണോ നമ്മൾ? എവിടെയാണ് നമ്മൾ? പ്ലെയിനിലാണോ നമ്മൾ? പ്ലെയിൻ എവിടെ? എങ്ങനെ പോന്നെ പ്ലെയിനിൽ? ഈശോ പ്ലെയിനിൽ എങ്ങനെ പോന്നെ? എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യണം? ബ്ലൂബെറി മതി വാപ്പി ഉമ്മി. ടേക്ക് വൺ മോർ. ലക്കിലി ആരും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങള് അപ്പുറത്തിന് ഒരു സീറ്റും ഫ്രീ ഉണ്ട്. അങ്ങനെ ഓൾ സെറ്റ് ടു ഗോ. ഇസുവിനതാ ഡൈവേർട്ട് ചെയ്യാനുള്ള ഇതൊക്കെ. ഇത് ഞാൻ നമ്മളിത് എവിടെ നിന്ന് വാങ്ങിയത്? ആമസോണിന്നോ ഷീനിന്നോ? അല്ല ഇവിടെ നിന്ന് പോയപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് പോയി. ഇത് ഞാൻ ഷീനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കുറച്ച് സമയത്തൊക്കെ, ഒരുപാട് ടൈമൊന്നും അല്ല, അതുകൊണ്ട് ഇതുപോലെ കുറച്ച് സമയത്തൊക്കെ നമുക്കൊന്ന് പിടിച്ചിരുത്താനൊക്കെ പറ്റും. ഇവിടെ നിന്നൊരു 4 hours ജേർണി ഉണ്ട് കേട്ടോ. ട്രാവൽ ഒരു 4 hours ആണുള്ളത്. എവിടെ ആയിരിക്കും? ദുബായ് ആയിരിക്കും. നിങ്ങളൊന്ന് ഗസ് ചെയ്യാം കേട്ടോ. യൂറോപ്യൻ ട്രിപ്പാന്ന് പറഞ്ഞില്ലേ? അത് ഓൾറെഡി പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ എവിടെയാണെന്ന് ഗസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഈശോ ഒരു ബായ് പറഞ്ഞേ. ഈശോ ഒരു ബായ് പറ. ഈശോ സേ ബായ്. ഇനി ഞങ്ങൾ ഈശോയെ കിടത്തി ഉറക്കട്ടെ. ഈശോ ഉറങ്ങണം, ഞങ്ങളും കിടന്ന് നന്നായിട്ട് ഉറങ്ങട്ടെ. ഇന്നലെ ഒട്ടും ഉറങ്ങട്ടെ. ഈശോ ഒരു ബായ് പറഞ്ഞേ. ബൈ. എത്ര പ്ലെയിനാ അവിടെ? 1 2 3 4 പ്ലെയിനാ? 4 പ്ലെയിനാ അവിടെ? എനിക്ക് 1 2 3 4 പ്ലെയിനാ? ഇനി ഉറക്കമില്ല. എത്ര പ്ലെയിൻ ഉണ്ട് ഈശോ? എത്ര പ്ലെയിൻ ഉണ്ട്? ഈസു ഫ്ലൈറ്റിൽ കയറിയ പാടെ നല്ല ഉറക്കമായി കേട്ടോ. Isu, look at here. Hey. ഇവിടെ അതാണ് exploring. Isu can dance in Isu. Mungkin ada step pedalo. Kan ada step. അപ്പോൾ വെൽക്കം ടു ഗ്രീസ്. അതെ, ഞങ്ങളിവിടെ ഗ്രീസിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഞങ്ങളിതാ എയർപോർട്ടിൽ വന്ന് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി. ഇസുവും ഫ്രഷായി. ഇസു ഇതാ ഇവിടെ ബ്ലൂബെറി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസു വാട്ട് യു ഈറ്റിംഗ്?
അപ്പോൾ ഗ്രീസിലെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ ഓൾസോ.